രാഹുൽ ഗാന്ധിയെ വിളിച്ചില്ല എന്നുള്ളതാണല്ലോ കോൺഗ്രസിൻ്റെ പരാതി. രാഹുൽ ഗാന്ധി വിളിക്കാതെ ശശി തരൂരിനെ വിളിക്കുന്നു. ഒരു ലോക നേതാക്കൾ വരുമ്പോൾ പ്രതിപക്ഷമായ ഒരു മീറ്റപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ബോധപൂർവം കേന്ദ്ര സർക്കാർ ഒഴിവാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തവണ വന്നതാരാണ്? റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനാണ്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ എന്താണ്? അലക്സി നവാൽനി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പോലും പ്രായമില്ലാത്തൊരു മനുഷ്യനുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രായം പോലും ഇല്ല. യുവാവായ വളരെ ആക്റ്റീവായ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഒന്ന് ഈ ഭൂലോകത്തില്ല. അപ്പോൾ പുടിനെ വിമർശിക്കുന്ന ആളുകളെയൊക്കെ നിശബ്ദരാക്കാൻ പുടിനറിയാം. അങ്ങനെയൊന്നും മോദിജി ചെയ്യുന്നില്ലല്ലോ. അദ്ദേഹത്തെ വിരുന്നിന് വിളിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ രാഹുൽ ഗാന്ധി സമാധാനിക്കുകയാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നത് ചാണിന് ചാടായും മുഴത്തിന് മുഴമായും പുടിനെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് മോദിജി പല രീതിയിലും. അതിപ്പോൾ പേഴ്സണൽ ഫോട്ടോഗ്രാഫർമാരുടെ രീതിയിലാണെങ്കിലും, ഫോട്ടോ ഓപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും, എന്ത് കാര്യത്തിലാണെങ്കിലും, പി ആറിൻ്റെ കാര്യത്തിലാണെങ്കിലും, നെഞ്ചളവിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഫിറ്റ്നസിൻ്റെ കാര്യത്തിലാണെങ്കിലും, എല്ലാത്തിലും ഫിറ്റ്നസ് പുടിനോളം വരില്ലെങ്കിൽ പോലും അദ്ദേഹം പരമാവധി ശ്രമിക്കുന്നുണ്ട്. യോഗയൊക്കെ ചെയ്തുകൊണ്ടും അദ്ദേഹം യോഗ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടൊക്കെ അദ്ദേഹം ഫിറ്റ്നസിന് വേണ്ടി നിൽക്കുന്നുണ്ട്. അതുപോലെ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ആപ് ക്യാ ഖാത്തേ ഹേ, പിന്നെ എങ്ങനെയാണ് മുഖത്തിൽ ഇത്ര പ്രകാശം വരുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ മുഖത്ത് വരുന്ന വേർപ്പുകൊണ്ട് ഈ ടവലുകൊണ്ട് ഇങ്ങനെ തുടയ്ക്കും, അത് മാത്രമേ ചെയ്യുള്ളൂ, അങ്ങനെയാണ് എൻ്റെ മുഖത്തിന് ഗ്ലോ കൂടുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പുടിനുണ്ട് അങ്ങനെ കുറേ അധികം നമ്പറുകൾ. അദ്ദേഹം തായ്ക്കൊണ്ടോ ചാമ്പ്യനാണ്. അപ്പോൾ അങ്ങനെ പുടിനെ മാത്രമല്ല കേട്ടോ, ഒരു റഷ്യ എന്ന് പറയുന്ന ഫെഡറേഷൻ്റെ രാഷ്ട്രഘടനയെ തന്നെ അങ്ങനെ തന്നെ അനുകരിക്കാനാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ എക്കോസിസ്റ്റം ശ്രമിക്കുന്നത്. നമ്മൾ ഫെഡറലിസത്തെ കുറിച്ച് പറയാറുണ്ടല്ലോ, പക്ഷേ ഇന്ത്യയേക്കാൾ മികച്ച ഫെഡറലിസ്റ്റ് പ്രവണത കാണിക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ റഷ്യ എന്നുകൂടി നമ്മൾ കാണണം. ഇന്ത്യയുടെ സംസ്ഥാനങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അങ്ങനെയല്ല ഇപ്പോൾ റഷ്യയുടെ പ്രൊവിൻസിലോട് പെരുമാറുന്നത് കൂടി കാണണം. അപ്പോൾ അദ്ദേഹത്തെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ജീവനോടെയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.